കാര്യങ്ങളിലും 13 രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിലും അതിൻ്റെ ഒരറ്റത്ത് ഇസ്ലാം തന്നെയാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന, അവരിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അവിടങ്ങളിലുള്ള രാഷ്ട്രീയത്തിന് പോലും വലിയ തോതിൽ അനക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, അതിനെ മുൻനിർത്തിക്കൊണ്ട് ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പണി കിട്ടാൻ പോകുന്നത് ഇസ്ലാമിന് തന്നെയാണ്. മുസ്ലിങ്ങൾക്ക് അതിനോടൊപ്പം പണി കിട്ടുകയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുസ്ലിങ്ങൾ അവർ ലോകത്തിന് മുന്നിൽ എപ്പോഴും ഇനി ഒരു സംശയദൃഷ്ടിയോടെ കാണപ്പെടുന്ന ഒരാളുകളായിട്ട് മാറാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ ഉള്ളിലുള്ള ഈ വർദ്ധിച്ച മതബോധവും ഒരു കോഎക്സിസ്റ്റൻസിന് വിരുദ്ധമായിട്ട് മതത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു രീതിയും, കോഎക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സംഗതിക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സമ്പ്രദായവും, ഡെമോക്രസി പോലെയുള്ള ആശയങ്ങളോടുള്ള വിമുഖതയും, സേ നോ ടു ഡെമോക്രസി, വി വാണ്ട് ശരിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ബാനർ പോലും പൊക്കി പിടിക്കുന്ന കാഴ്ചകൾക്ക് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, അത്